മേജറോ ഫ്രോഡ് രവിയോ? സംവിധായകൻ മേജർ രവിക്കെതിരെ ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തു. വഞ്ചനാ കുറ്റത്തിനാണ് ജാമ്യമില്ലാ കുറ്റം ചുമത്തി കേസെടുത്തിരിക്കുന്നത്. ധനകാര്യ സ്ഥാപനത്തിന്റെ 12.5 ലക്ഷം രൂപ പറ്റിച്ചെന്ന പരാതിയിന്മേലാണ് കേസെടുത്തിരിക്കുന്നത്. സെക്യൂരിറ്റി ജീവനക്കാരെ നൽകാമെന്ന് പറഞ്ഞ് പണം തട്ടിയെന്ന പരാതിയിൽ പറയുന്നു. മേജർ രവിയുടെ തണ്ടർഫോഴ്സ് എന്ന സ്ഥാപനത്തിന്റെ സഹ ഉടമകളെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. തണ്ടർഫോഴ്സ് എന്ന സ്ഥാപനം ഇന്ത്യയിൽ പല വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും പ്രൈവറ്റ് സെക്യൂരിറ്റി സേവനങ്ങൾ ചെയ്ത് നൽകുന്നുണ്ടെന്ന് ഇവർ അവകാശപ്പെടുന്നു. പണം നൽകുകയാണെങ്കിൽ സ്ഥാപനത്തിനു വേണ്ടി സ്ഥാപനത്തിലേക്ക് തിരിച്ചടവ് മുടക്കം വരുത്തുന്ന സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും വ്യക്തിഗത വിവരങ്ങൾ ശേഖരിച്ച് നൽകാമെന്നും സെറ്റിൽമെന്റുകൾ നടത്തി നൽകാമെന്നും സ്ഥാപനത്തിന്റെ സ്വത്തുവകകൾക്ക് സുരക്ഷയൊരുക്കുമെന്നും പറഞ്ഞാണ് പണം പറ്റുകയും എന്നാൽ ആ സേവനങ്ങളൊന്നും നൽകാതെയും പണം തിരികെ നൽകാതെയും വഞ്ചിച്ച് നഷ്ടമുണ്ടാക്കിയെന്നാണ് പരാതി. മേജർ രവി, മറ്റ് ഡയറക്ടർമാരായ അനിൽകുമാർ നായർ എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ധനകാര്യ സ്ഥാപനം ഇരിങ്ങാലക്കുട കോടതിയെ സമീപിച്ചിരുന്നു. കോടതി നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അതുപോലെ ഏഷ്യനെറ്റ് ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാറിനെതിരെ അപമാനകരമായ പരാമർശം നടത്തിയ കേസിൽ മേജർ രവിയോട് വിചാരണ കോടതിയിൽ കീഴടങ്ങുവാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. തനിക്കെതിരെ എറണാകുളം സൗത്ത് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദ് ചെയ്യണം എന്നാവശ്യപ്പെട്ട് മേജർ രവി നൽകിയ ഹർജി തീർപ്പാക്കിയാണ് ജസ്റ്റിസ് PB കുഞ്ഞികൃഷ്ണന്റെ ഈ ഉത്തരവ്. 2017 എറണാകുളത്ത് നടത്തിയ ചടങ്ങിൽ മേജർ രവി ഏഷ്യനെറ്റ് ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്ററായ സിന്ധു സൂര്യകുമാറിനെതിരെ അപമാനകരമായ പരാമർശം നടത്തിയെന്നായിരുന്നു കേസ്. സിന്ധു സൂര്യകുമാറിന്റെ പരാതിയിന്മേൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടാണ് മേജർ രവി ഹൈക്കോടതിയെ സമീപിച്ചത്. കേസ് പൂർണ്ണമായും റദ്ദാക്കണം എന്നതായിരുന്നു മേജർ രവിയുടെ ആവശ്യം. ഇത് തള്ളിയാണ് വിചാരണ നേരിടുവാൻ മേജർ രവിയോട് കോടതി നിർദ്ദേശിച്ചത്. IPC 354 കേരള പോലീസ് ആക്ട് 120 പ്രകാരമുള്ള കുറ്റങ്ങളിൽ മേജർ രവി വിചാരണ നേരിടണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. മുൻ സൈനിക ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ മേജർ രവി അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നും കോടതി അഭിപ്രായപ്പെട്ടു. ഇന്ത്യൻ ആർമിയിൽ ഒരു മേജർ മാത്രമായിരുന്നുവെങ്കിലും ഒരു ജനറലിന് കിട്ടാത്തത്ര മൈലേജ് തന്റെ മേജർ എന്ന പദവി കൊണ്ട് സൈനിക സേവനത്തിന് ശേഷം ഉണ്ടാക്കിയ ആളാണ് AK രവീന്ദ്രൻ നായർ എന്ന മേജർ രവി. സൈന്യത്തിൽ നിന്നും വിരമിച്ച ശേഷമാണ് രവീന്ദ്രൻ നായർ എന്ന തന്റെ പേര് മേജർ രവി എന്ന് പരിഷ്കരിച്ചത്. തുടർന്ന് സിനിമകൾക്ക് വേണ്ടി സൈനിക സംബന്ധമായ ലൈസണിംഗ് ജോലികൾ ചെയ്ത് കൊടുക്കുന്ന പ്രവർത്തന മേഖലയിലേക്ക് അദ്ദേഹം പ്രവേശിച്ചു. മേജർ രവി പിന്നീട് പ്രിയദർശൻ, രാജ്കുമാർ സന്തോഷി, കമലഹാസൻ, മണിരത്നം തുടങ്ങിയവരുടെയൊക്കെ സഹായിയായി കുറെ കാലം നടന്നു. 2006 മോഹൻലാലിനെ നായകനാക്കി സൈനിക പശ്ചാത്തലത്തിൽ കാശ്മീർ തീവ്രവാദത്തിന് കഥ പറഞ്ഞ കീർത്തിചക്ര എന്ന സിനിമ സംവിധാനം ചെയ്തതോടെയാണ് ഇങ്ങനെയൊരു പേര് മലയാളികൾ ശ്രദ്ധിച്ചു തുടങ്ങിയത്. തുടർന്ന് സൈനിക പശ്ചാത്തലമുള്ള മിഷൻ 90 ഡേയ്സ്, കുരുക്ഷേത്ര എന്നീ സിനിമകളും സംവിധാനം ചെയ്തു. അങ്ങനെ മേജർ രവി എന്ന പേർ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഒരു സിനിമാക്കാരൻ എന്ന ലേബൽ ഉപയോഗിച്ച് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ പറ്റുമോ അതെല്ലാം അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു. അത് അദ്ദേഹത്തിന്റെ മിടുക്ക്. അതിന് നമുക്കൊരു കുറ്റവും പറയാൻ സാധിക്കില്ല. മേജർ രവിയുടെ പേരുപയോഗിച്ച് സൈനിക മേഖലയിൽ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്കായുള്ള ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സ്ഥാപനം ഇടതുപക്ഷ സർക്കാരിലെ കണ്ണൂർക്കാരിയായ മുൻ മന്ത്രിയുടെ മകൻ ആരംഭിക്കുകയും കേരളത്തിലെ എല്ലാ ജില്ലകളിലും അതിന്റെ ഫ്രാഞ്ചൈസികൾ കൊടുക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ മറവിൽ പല തട്ടിപ്പുകളും നടന്നെങ്കിലും അതൊന്നും വാർത്തയായില്ല. അതിനുശേഷം അദ്ദേഹം തന്നെ മേജർ രവീസ് അക്കാഡമി എന്ന പേരിൽ ഒരു സ്ഥാപനം ആരംഭിച്ചു. ഇതിനെതിരെയും വ്യാപകമായ പരാതികൾ ഉയരുന്നുണ്ട്. മരിച്ചുപോയ കണ്ണൂർക്കാരനായ ഇടതു നേതാവിന്റെ ഒരു ബുള്ളറ്റിന്റെ വലിപ്പം മാത്രമുള്ള മകന് തന്റെ സിനിമകളിൽ സൈനിക വേഷം നൽകി വലിയ തോതിൽ അദ്ദേഹം ഫണ്ട് സമാഹരിച്ചു. ഒടുവിൽ രാഷ്ട്രീയത്തിലും എത്തി. ഈ രാഷ്ട്രീയ ബന്ധം ഉപയോഗിച്ച് സെറ്റിൽമെന്റ് ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞ് പലരുടെ കയ്യിൽ നിന്നും അദ്ദേഹം പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നാണ് വിവരം. അപ്രകാരം വിശ്വാസവഞ്ചന നടത്തിയ കേസിലാണ് ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പിട്ട് പോലീസ് കേസെടുത്തിരിക്കുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.